متفاعل 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 عجبا على الغفلات يا إخواني لسنا نفكر عن لياغ زماني أفلا ترون تفكروا وتدبروا بين السطور أوامر القرآن كل العلوم من الإله الخالق للهدى والسلام للإنسان وفشى العلوم على الأراضي والسماء فالت ببرقشة من الألوان دينا وتقنية علوما حرفة حسب السليقة من أولي الأفنان لاءت جميع معارك. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സത്യവിശ്വാസികളായ ആളുകൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വിശ്വസിക്കപ്പെടാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിശകലനമാണ് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കുള്ള ധാരാളം പ്രത്യേകതകളും മാഹാത്മ്യങ്ങളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഏറ്റവും ലോകത്തുള്ള എല്ലാ ആളുകളെക്കാളും ഏറെ ശ്രേഷ്ഠവാനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിനാൽ അവിടുത്തെ പേരിൽ കള്ളം പറയുക എന്നത് ഏറ്റവും കടുത്ത മഹാപാതകമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഏതൊരു മനുഷ്യന്റെ പേരിലും കള്ളം പറയുന്നത് ഇസ്ലാമിൽ ഹറാമാണ്. കളവ് പറയുക, വാസ്തവവിരുദ്ധമായ സംഗതികൾ പ്രചരിപ്പിക്കുക എന്നത് ഒരു കേവലം സാധാരണ വ്യക്തിയുടെ പേരിൽ പോലും
ഇസ്ലാം അത് വലിയ വൻപാപമായിട്ട് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലായിത്തീരുമ്പോൾ അതിന്റെ ഗൗരവം ഏറ്റവും അധികം വർദ്ധിക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്നത്, വാസ്തവ വിരുദ്ധമായത് പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മേൽ കള്ളം പറയുന്നതിന് സമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് പടച്ച റബ്ബിന്റെ വഹി അനുസരിച്ച് മാത്രമാണ് അവിടുന്ന് ദീനിന്റെ ഏതൊരു കാര്യവും സംസാരിച്ചിട്ടുള്ളത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരും വിശ്വസിക്കേണ്ടവരുമാണല്ലോ നാം എല്ലാവരും. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണത്. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം യാതൊന്നും സംസാരിച്ചിട്ടില്ല. അവിടുത്തേക്ക് നൽകപ്പെടുന്ന ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, വഹയി കിട്ടിയിട്ടല്ലാതെ ദീനിന്റെ കാര്യം അവിടുന്ന് സംസാരിക്കാറില്ല. അവിടുന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ പോലും വഹയി കാത്തിരിക്കുകയാണ് അവിടുന്ന് ചെയ്തിട്ടുള്ളത്. ജനങ്ങളോട് അതിന്റെ മുമ്പായി ഒരഭിപ്രായ പ്രകടനം അവിടുന്ന് നടത്തിയിട്ടില്ലായിരുന്നു. അത്രത്തോളം റബ്ബിന്റെ കൽപ്പനക്ക് കാത്തിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാത്തതൊന്ന് അവിടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ കള്ളം കെട്ടിപ്പറയുന്നതിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ കള്ളം പറയുന്നത് വളരെ ഗുരുതരമായ മഹാപാതകമായി, അതിന്റെ ശിക്ഷയെപ്പറ്റി പോലും പ്രവാചകൻ പറഞ്ഞു, മൻ തഅമ്മദ അലയ്യ കദിബ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ആരെങ്കിലും എന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചാൽ, മനഃപൂർവ്വം ആരെങ്കിലും എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ, ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ, നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാം, ഇന്ന കദിബൻ അലയ്യ ലൈസ കദിബിൻ അലാ അഹദിൻ. എന്റെ മേൽ കള്ളം പറയുക എന്നത് നിങ്ങളിൽ ഒരാളുടെ മേൽ കള്ളം പറയുന്നത് പോലെയല്ല. സാധാരണ ആളുകളുടെ മേൽ കള്ളം പറയുന്നത് പോലും ഗുരുതരമായ പാപമാണ്. എന്നിരിക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളിൽ ഒരാളുടെ മേൽ കള്ളം പറയുന്നത് പോലെയല്ല എന്റെ മേൽ കള്ളം പറയൽ. മൻ കദബ അലയ്യ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ. എന്റെ മേൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിഴച്ചുപോയ ചില കക്ഷികൾ ഇതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഹദീസിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ കള്ളം പറയുക എന്നത് അവിടുന്ന് പഠിപ്പിച്ച ഒരു ആദർശത്തിന് വിരുദ്ധമായി പറഞ്ഞാലേ തകരാറുള്ളൂ എന്ന നിലക്ക് പ്രചരിപ്പിക്കുന്ന ചില പിഴച്ചുപോയ കക്ഷികളുണ്ട്. അവരുടെ അഭിപ്രായ പ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുകൂലമായി കൊണ്ട് നമുക്ക് ചില കളവുകളൊക്കെ പറയാം എന്നിടത്താണ് അവരെത്തി നിൽക്കുന്നത്. അഥവാ തെർഗീബ് തെർഹീബിന് വേണ്ടി. എന്താണ് തെർഗീബ് തെർഹീബ് എന്ന് പറഞ്ഞാൽ? അത്തെർഗീബു എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മനുഷ്യന് പ്രേരണയുണ്ടാക്കുക എന്നതാണ് അത്തെർഗീബു എന്ന് പറഞ്ഞാൽ അർത്ഥം. അത്തെർഹീബു എന്ന് പറഞ്ഞാലോ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉതകുന്ന വിധത്തിൽ മനുഷ്യനെ പേടിപ്പെടുത്തുക. ഇതാണ് തെർഹീബ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യനിൽ മോഹമുണ്ടാക്കുക എന്നുള്ളതിന് തെർഗീബ് എന്നും, ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ വിട്ടുനിൽക്കാൻ വേണ്ടി അവനെ പേടിപ്പെടുത്താവുന്ന കാര്യങ്ങൾക്ക് തെർഹീബ് എന്നും പറയും. അപ്പൊ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്താണ്? തെർഗീബ് തെർഹീബ് എന്ന ലക്ഷ്യത്തിന് വേണ്ടി നബിതങ്ങളുടെ മേൽ അവിടുന്ന് പറയാത്തതും പറയാം, വിരോധമൊന്നുമില്ല. അപ്പൊ എന്തായി ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഉദാഹരണമായി ഒരാൾ നമസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരാള് കളവ് പറയുന്നയാളാണ്, അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നയാളാണ്, അല്ലെങ്കിൽ പലിശ വാങ്ങുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. അപ്പൊ നമസ്കരിക്കാത്ത ഒരാളെ നമസ്കാരത്തിലേക്ക് അയാളുടെ ശ്രദ്ധ പ്രേരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്യാത്ത ഒരാളെ
ആ പുണ്യകർമ്മം അയാൾ ചെയ്യാൻ വേണ്ടി ഉള്ള സദുദ്ദേശത്തോടുകൂടി അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒന്നും നമ്മുടെ വകയായിട്ട് ഉണ്ടാക്കിയിട്ട് നബി പറഞ്ഞു എന്ന് പറയാം എന്ന് ചിലർ പറയുന്നു. കാരണം എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തിന് അനുകൂലമായിട്ടാണ് ഹദീസ് ഉണ്ടാക്കുന്നത്, നബിക്കെതിരെയല്ല. അതുപോലെ ഇപ്പൊ പലിശക്കാരൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹറാമായ പ്രവൃത്തി ചെയ്യുന്ന ഒരാള്, അയാളെ അതിൽ നിന്ന് തടയാൻ വേണ്ടി നബിതങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ ഗൗരവം നമ്മുടെ വകയായിട്ട് കുറച്ച് കെട്ടിയുണ്ടാക്കുക. അങ്ങനെ ചില ആളുകൾ ഒരുപാട് കളവുകൾ ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതായി നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. ചില ഇടങ്ങളിലൊക്കെ കാണാം, ചില സ്ഥലത്ത് ഒരു ഖബറിലേക്ക് മയ്യത്ത് വെച്ച് കഴിഞ്ഞപ്പോ അതിനെ പാമ്പ് വന്ന് വരിഞ്ഞു കെട്ടി, അയാൾ നിസ്കരിക്കാത്തയാളായിരുന്നു എന്നൊക്കെയുള്ള ചില കഥകൾ ചില നോട്ടീസുകളിലൂടെ പ്രചരിപ്പിക്കാറുണ്ട്. അതെന്തിനാണ്? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര തെറ്റാണെന്ന് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ്. മയ്യത്ത് കട്ടിലിൽ മയ്യത്ത് വെച്ച് ഖബറിന്റെ സമീപത്ത് കൊണ്ടുപോയി വെച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് മയ്യത്ത് കട്ടിലിലേക്ക് അതാ ഒരു ഭയങ്കര കടുകൂറ്റൻ പാമ്പ് വലിഞ്ഞു കയറി ആ മയ്യത്തിനങ്ങട്ട് വരിഞ്ഞു മുറുക്കി, അങ്ങനെ കട്ടിലിൽ നിന്ന് ഖബറിലേക്ക് എടുത്തു വെക്കാൻ പോലും കഴിയാതെ ആളുകളൊക്കെ ഓടിപ്പോയി എന്ന ഒരു കഥ കുറെ കാലം മുമ്പ് നാടൊട്ടാകെ പ്രചരിപ്പിച്ചിരുന്നു. അവരോട് പറഞ്ഞ എന്താ? ഞങ്ങളെ ഉദ്ദേശം ശരിയാണെന്നാ. എന്താ? താരിഖുസ്സലാത്തായ ആളുകൾ അഥവാ നമസ്കാരം സമയത്തിന് നിർവഹിക്കാത്ത ആളുകളെ പേടിപ്പിച്ച് അവരെ നമസ്കാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന സദുദ്ദേശമേ ഞങ്ങൾക്കുള്ളൂ. അങ്ങനെ സദുദ്ദേശപ്രകാരമാണെങ്കിൽ നബിതങ്ങൾ പറഞ്ഞിട്ടില്ലാത്തതും നമുക്ക് പറയാം എന്ന് വഴിപിഴച്ചുപോയ ചില കക്ഷികൾക്ക് വാദമുണ്ട്. ഇസ്ലാമും അതുമായി ബന്ധമില്ല. എത്ര സദുദ്ദേശമാണെങ്കിലും, എത്ര തിന്മയിൽ നിന്ന് മനുഷ്യനെ തടയുക എന്ന ഉദ്ദേശത്തിലാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്ത ഒരു വാക്ക് അവിടുത്തെ പേരിൽ കെട്ടിപ്പറയുന്നത് എല്ലാ നിലക്കും കടുത്ത പാതകവും മനുഷ്യനെ നരകത്തിയിൽ ആപതിപ്പിക്കുന്ന ഏറ്റവും ഗുരുതരമായ പാതകവുമാണ്. കാരണം അവിടുത്തെ പേരിൽ അവിടുന്ന് പറയാത്തത് എന്തിന്റെ പേരിലാണെങ്കിലും, എന്ത് സദുദ്ദേശമാണ് മനസ്സിലുള്ളതെങ്കിലും അവിടുന്ന് പറയാത്തതൊന്ന് അവിടുന്ന് പറഞ്ഞു എന്ന് പറയൽ ഗുരുതരമായ പാതകമാണ്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത്. നബി തങ്ങളുടെ പേരിൽ ഒരർത്ഥത്തിലും അവിടുന്ന് പറയാത്തത് പറയാൻ പാടില്ല. എത്രത്തോളം അതിന്റെ ഗൗരവം പണ്ഡിതന്മാര് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണെന്ന് ഉറപ്പാവണം ഒരു ഹദീസ് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരു മുസ്ലിം പറയണമെങ്കിൽ, അത് ഞാനായാലും നിങ്ങളായാലും ആരായാലും, അള്ളാന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു എന്ന് ഞാനോ നിങ്ങളോ പറയണമെങ്കിൽ മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർ അതിന് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്താ? ഒന്നാമത്തെ മാനദണ്ഡം സ്വഹീഹായ ഹദീസാണെന്ന് ഉറപ്പുള്ളതിനെ കുറിച്ച് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പാടുള്ളൂ. നബിതങ്ങളിൽ നിന്ന് കേട്ട വ്യക്തി മുതൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഏത് ഗ്രന്ഥത്തിലാണെങ്കിൽ അതുവരെയുള്ള റാവികൾ, റിപ്പോർട്ടർമാർ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സത്യസന്ധരായിരിക്കണം. ജീവിതത്തിൽ മതപരമായ രംഗത്ത് ഒരു കളവും ആരോപിക്കപ്പെടാത്തവരായിരിക്കണം. സൂക്ഷ്മത പുലർത്തുന്ന ആളുകളായിരിക്കണം. ബിദഅത്തിന്റെ കക്ഷികളായിരിക്കാൻ പാടില്ല. ആ നിലക്ക് ഒരുപാട് മാനദണ്ഡങ്ങൾ ഹദീസിന്റെ ചങ്ങലയിലുള്ള, അതിന് സനദ് എന്ന അറബിയിൽ പറയാം. ഒരു ഹദീസിന് സഹോദരങ്ങളെ രണ്ട് പാർട്ട് ഉണ്ടാകും. രണ്ട് പാർട്ടാണ് ഒരു ഹദീസിലുള്ളത്. ഒന്ന് സനദ്, മറ്റൊന്ന് മത്ന്. എന്താണ് മത്ന് എന്ന് പറഞ്ഞാൽ? നബിതങ്ങൾ പറഞ്ഞ വിഷയം എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം എന്താണെങ്കിൽ ആ ഉള്ളടക്കത്തിനാണ് മത്ന് എന്ന് പറയുന്നത്. ഹദീസിന്റെ ഒരു പാർട്ട് അതാണ്. ഹദീസിന്റെ മറ്റൊരു പാർട്ട് എന്താണ്? സനദ്. സനദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ആശയം, അത് നബി തങ്ങൾ പറഞ്ഞത് കേട്ട ഒരാളുണ്ടാകും, അയാളെ കേട്ടയാളുണ്ടാകും, ആ വ്യക്തിയെ കേട്ട ആളുണ്ടാകും, ആ വ്യക്തിയെ കേട്ട ആളുണ്ടാകും. അങ്ങനെ നബിതങ്ങളിൽ നിന്ന് സഹാബി കേട്ടു, സഹാബിയിൽ നിന്ന് താബിഈ കേട്ടു, താബിഈയിൽ നിന്ന് മറ്റൊരാൾ കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് വേറൊരാൾ കേട്ടു. ഇങ്ങനെ ധാരാളക്കണക്കിന് ആളുകൾ അതേ ഹദീസിന്റെ പരമ്പരയിൽ ഉണ്ടാകും. ആ പരമ്പരക്കാണ് എന്ത് പറയാ അറബിയിൽ സനദ് എന്ന് പറയുന്നത്. ആ സനദ് കുറ്റമറ്റതായിരിക്കണം. അഥവാ ആ സനദിലുള്ള ആളുകളാരും ഒരു നിലക്കും കുഴപ്പങ്ങളുള്ള ആളുകളായിത്തീരരുത്.
അന്നലക്കുള്ള നല്ലവരായ ആളുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് സഹീഹായ ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഹദീസുകളെ കുറിച്ച് മാത്രമേ എന്തു പറയാൻ പാടുള്ളൂ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അറബിയിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന മലയാളത്തിലോ ഏത് ഭാഷയിലോ പറയാൻ നിവൃത്തിയുള്ളൂ. അല്ലാത്തത് അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. എന്നാൽ ഹദീസുകളുടെ കൂട്ടത്തിൽ ലഈഫുകൾ ഉണ്ടാകും. ലഈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹീഹായ ഹദീസുകൾക്ക് ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒത്തിട്ടില്ല. ആ ഹദീസിന്റെ സനദിലുള്ള ആളുകൾ ചിലർ കുഴപ്പക്കാരുണ്ട്, മോശക്കാരുണ്ട്, കൊള്ളരുതാത്തവരുണ്ട്, സ്വീകാര്യ യോഗ്യരല്ലാത്ത റിപ്പോർട്ടർമാർ അതിന്റെ പരമ്പരയിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ടല്ലാതെ ആ ഹദീസ് നബി തങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ പോലും പാടില്ല. മനസ്സിലായോ? അതായത് അങ്ങനത്തെ ഒരു ഹദീസാണ് വിചാരിക്കുക, ഒരു ലഈഫായ ഹദീസാണ്. അതല്ലെങ്കിൽ ഒരു മൗലൂആയ ഹദീസാണ്, ഒരു കെട്ടുകഥയാണ്. അതൊരു സമൂഹത്തിന്റെ മുമ്പാകെ പറയുന്നുണ്ടെങ്കിൽ പറയുന്നവന്റെയും എഴുതുന്നുണ്ടെങ്കിൽ എഴുതുന്നവന്റെയും ബാധ്യതയാണെന്ന് അതിലുള്ള ദുർബലത എന്താണെങ്കിൽ പറഞ്ഞുകൊണ്ടല്ലാതെ അത് പറയാൻ പാടില്ല. ഈ ഹദീസിൽ ഇന്ന ദുഅഫുണ്ട്, അല്ലെങ്കിൽ ഈ ഹദീസ് മോശപ്പെട്ട അസ്വീകാര്യമായ പരമ്പരയിലൂടെ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ആ ഹദീസ് ഒരാൾ ഉദ്ധരിച്ചാൽ അവനും കള്ളന്മാരിൽ അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കളവ് പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് അവനെയും കണക്കുകൂട്ടുക എന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഹദീസ് നിദാന ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മുഴുവനും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടില്ലാത്ത ഒരു ഹദീസിനെ പറ്റി നബി പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും കുഴപ്പങ്ങളോ തകരാറുകളോ ഉള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അറബി ഭാഷാ നിയമമനുസരിച്ച് ഹദീസിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറയുന്നു, റുവിയ എന്നേ പറയാൻ പാടുള്ളൂ. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, നബിതങ്ങളിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ടുണ്ട് എന്നൊക്കെ പറയാമെന്നതല്ലാതെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു എന്ന് ഖണ്ഡിതമായി പറയണമെങ്കിൽ അത്രത്തോളം സഹീഹായ ഹദീസുകളായിരിക്കണം. അതല്ലാത്ത ഹദീസുകളെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് പോലും നബി തങ്ങളുടെ പേരിൽ കള്ളം പറയുന്നതിന് സമാനമാണെന്നും അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഗുരുതരമായ പാപമാണെന്നും ഹദീസിന്റെ നിദാന ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി കാണുന്നു. അപ്പൊ നമ്മളൊക്കെ സംസാരത്തിൽ സൂക്ഷിക്കണം, ആളുകളോട് പറയുമ്പോ സൂക്ഷിക്കണം. എന്ത്? ഒരു ഹദീസ് വളരെ കണിശമായി സഹീഹല്ല എന്നുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്നതിന് തുല്യമായിരിക്കും. അത്രത്തോളം മാഹാത്മ്യമാണ് നബിതങ്ങൾക്കുള്ളത്. അവിടുത്തെ പേരിൽ ഒരു കേട്ടുകേൾവി, അവിടുത്തെ പേരിൽ ഒരു ഊഹാപോഹം, അവിടുത്തെ പേരിൽ ഏതെങ്കിലും നിലക്ക് ഒരു ഇല്ലാ കഥകൾ എന്തിന്റെ പേരിലാണെങ്കിലും പറയൽ മുസ്ലിമിന് ഭൂഷണമല്ല, തീരെ പാടില്ല. അതവന്റെ ഈമാനിനെ ബാധിക്കും, അത് കുഫറിലേക്ക് ചെന്നെത്തിക്കും. അത്തരത്തിൽ കള്ളം പറയുന്ന കള്ളന്മാരുടെ അവരുടെ സാക്ഷ്യം പോലും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മാത്രമല്ല അവർ കാഫിറുകളായി തീരും എന്ന് വരെ ഗൗരവത്തോടെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്രയും ഒരു ഗുരുതരമായ പാപമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അവിടുന്ന് പറയാത്തത് പറയുകയോ എഴുതുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യൽ എന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, ഇങ്ങനെയാണ് വിഷയം എന്നിരിക്കെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇന്ന് ലോകത്ത് പ്രചരിപ്പിച്ച ഇല്ലാ കഥകൾക്ക് കയ്യും കണക്കുമില്ല. ഇന്ന് സമൂഹത്തിൽ അവിടുത്തെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ഇല്ലാ കഥകൾ, കെട്ടുകഥകൾ, ദുർബലങ്ങളായ ഒട്ടേറെ സംഭവങ്ങൾ, അതുപോലെ തന്നെ കറ്റുകെട്ടി ഉണ്ടാക്കിയ കള്ളക്കഥകൾ എത്രയോ ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്ഥലം പിടിച്ചിരിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അൽ മൗലൂആത്ത് എന്ന പേരിൽ തന്നെ ഹദീസിന്റെ ലോകത്ത് ഏറ്റവും വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നബിതങ്ങളുടെ പേരിൽ കറ്റുകെട്ടി ഉണ്ടാക്കിയ കള്ളഹദീസുകളുടെ ശേഖരങ്ങൾ മാത്രം, ലക്ഷക്കണക്കിന് അത്തരത്തിലുള്ള ഹദീസുകളുടെ ശേഖരങ്ങൾ ഇന്നും മുസ്ലിം ലോകത്ത് ഗ്രന്ഥശാലകളിൽ സുലഭമാണ്. ചില ആളുകളെയൊക്കെ പിടിക്കപ്പെട്ടപ്പോൾ അവർ കുറ്റവാളികളായി സമൂഹത്തിന്റെ മുമ്പാകെ രംഗത്ത് കൊണ്ടുവരപ്പെട്ടപ്പോൾ ആയിരക്കണക്കിന് ഹദീസുകൾ എന്റെ വകയായി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സമ്മതിച്ച ആളുകൾ മുസ്ലിം ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു കടന്നുപോയിട്ടുണ്ട്. അതിന്റെയൊക്കെ
ഒരുപാട് കാരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൽ കള്ളഹദീസുകൾ ഓരോരുത്തരും ഉണ്ടാക്കി എന്നത് സമൂഹത്തിൽ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മദ്ഹബി പക്ഷപാതിത്വം. ഒരു മദ്ഹബിന്റെ ആള് മറ്റേ മദ്ഹബിന്റെ ആളെ വിമർശിക്കാൻ വേണ്ടി കള്ളഹദീസുകൾ ഉണ്ടാക്കി. എത്രത്തോളം ഹനഫികൾ എന്ന് പറയുന്ന ആളുകൾ ഷാഫികൾ എന്ന് പറയുന്ന ആളുകൾ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ നിർമ്മിച്ച ഒരു ഹദീസിന്റെ സാമ്പിളാണ്. എന്താ അവർ പറഞ്ഞത്? ഹനഫികൾ എന്ന് പറയുമ്പോഴോ ഷാഫികൾ എന്ന് പറയുമ്പോഴോ നമ്മൾ തെറ്റിദ്ധരിക്കരുതെന്ത്, മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെയോ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയെയോ തെറ്റിദ്ധരിക്കരുത്. കാരണം 4 മദ്ഹബിന്റെ പ്രഗത്ഭരായ 4 പണ്ഡിതന്മാരും അവരാരും ഒരു പക്ഷപാതിത്വ മനസ്ഥിതി ഉള്ളവരായിരുന്നില്ല. അവരാരും തങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചവരല്ല. അവരാരും മറ്റുള്ള ആളുകളെ മോശക്കാരായി ചിത്രീകരിച്ചവരല്ല. അവരാരും തന്നെ മനഃപൂർവ്വം കള്ളം പറഞ്ഞവരുമല്ല. അവർക്ക് കിട്ടിയ ഹദീസുകളുടെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ അഭിപ്രായം പറയുക മാത്രമാണ് ഈ മുഹദ്ദിസ് ഈ പണ്ഡിതന്മാരൊക്കെ ചെയ്തത്. മാത്രമല്ല അവരൊക്കെ അവരുടെ കാര്യം ക്ലീനാക്കുകയും തോളൊഴിയുകയും ചെയ്തിട്ടാണ് മരിച്ചുപോയിട്ടുള്ളത്. അവരൊക്കെ ഒരു ദീനിന്റെ വിഷയത്തിൽ ഒരു ഫത്വയോ ഒരു മസ്അലയോ ഒരു അഭിപ്രായമോ ഒക്കെ അവർ പറയുമ്പോ അവരവസാനം പറഞ്ഞു വെക്കുമെന്ത്, എനിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറഞ്ഞത്. ഇതിന് വിരുദ്ധമായി നിങ്ങൾക്ക് നബി തങ്ങളുടെ ഹദീസുകൾ സഹീഹായി കിട്ടിയാൽ എന്റെ ഈ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ ജീവിതകാലത്തും മരണശേഷവും ഞാൻ മാറിയിരിക്കുന്നു, ഞാൻ ആ അഭിപ്രായക്കാരനാണ്. എത്ര വിനയത്തോടുകൂടെയാണ് അവർ സംസാരിച്ചത്. ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഹദീസ് സഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ്. എന്റെ മദ്ഹബിനി അതാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ട് പിൽക്കാലത്ത് എന്റെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾക്കൊരു സഹീഹായ ഹദീസ് കിട്ടിയാൽ ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞതല്ലേ എന്ന നിലക്ക് നിങ്ങൾ എന്റെ വാചകത്തിൽ കടിച്ചു തൂങ്ങരുത്. എനിക്ക് കിട്ടാത്ത ഒരു ഹദീസ് നിങ്ങൾക്ക് സഹീഹായി കിട്ടിയാൽ എന്റെ അഭിപ്രായത്തെ നിങ്ങൾ മതിലിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളെ നിങ്ങൾ സ്വീകരിക്കണേ. അതാണ് എന്റെ മദ്ഹബ്. ഹദീസ് സഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ്. ഇത് പറയാത്തൊരു പണ്ഡിതന്മാരില്ല. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആണെങ്കിലും അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹി ആണെങ്കിലും മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു ആണെങ്കിലും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറയുന്നതിനെ അന്ധമായി അങ്ങ് അനുകരിക്കരുത്, പിൻപറ്റരുത്. ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളോടല്ല, നിങ്ങൾക്ക് എന്ന് പറഞ്ഞ നമ്മളോടല്ല. ഇതൊക്കെ പരിശോധിച്ചറിയാനും പഠിക്കാനും ഗവേഷണം നടത്താനും പാടവമുള്ള വളരെയേറെ പ്രാഗൽഭ്യമുള്ള പിൽക്കാലത്തുള്ള ഇമാമിങ്ങളോട് തന്നെയാണ് ആ സംസാരം. അഥവാ പിൽക്കാലത്ത് വരുന്ന പ്രഗത്ഭരായ ആളുകൾക്ക്, ഹദീസുകളിലെ കല്ലും നെല്ലും വേർതിരിച്ചറിയാൻ കഴിവുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞ തീരുമാനത്തിന് വിരുദ്ധമായി വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതാണ് സ്വീകരിക്കേണ്ടത്, ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മാറ്റിവെക്കണം. ഇങ്ങനെ പറഞ്ഞു തോളൊഴിയുകയും അവരവരുടെ കാര്യത്തെ കൃത്യമായി തന്നെ ഭംഗിയായ നിലക്ക് അവതരിപ്പിക്കുകയും ചെയ്ത മഹാന്മാരാണ് 4 മദ്ഹബിന്റെയും പണ്ഡിതന്മാർ. അവരാരും പക്ഷപാതിത്വം കാണിച്ചിട്ടില്ല. അവരാരും അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നുണ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ പേരിൽ പിൽക്കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന 4 മദ്ഹബുകളുടെ കക്ഷികൾ അങ്ങനെയല്ല. പിൽക്കാലത്ത് അവരുടെയൊക്കെ പേരിൽ അറിയപ്പെട്ട മദ്ഹബിന്റെ അനുയായികളെന്ന് പറയുന്നവർ പരസ്പരം പോരടിച്ചു, പരസ്പരം തമ്മിലടിച്ചു. ഒരു മദ്ഹബിനെ മോശമാക്കാൻ വേണ്ടി കള്ള ഹദീസുകൾ വരെ കെട്ടിയുണ്ടാക്കി. അങ്ങനെ അതാ ഷാഫികളെ കൊച്ചാക്കാൻ വേണ്ടി ഷാഫി മദ്ഹബ് വളരെ മോശപ്പെട്ട മദ്ഹബാണെന്ന് സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഹനഫികളിലെ പക്ഷപാതികളായ ആളുകൾ ഒരു ഹദീസ് ഉണ്ടാക്കി. അതെന്താ? നബി തങ്ങൾ പറഞ്ഞൂന്നും പറഞ്ഞിട്ട് ഒരു ഹദീസ് അവർ പറഞ്ഞു. എന്താ പറഞ്ഞിരുന്നറിയോ? എന്റെ ഉമ്മത്തിൽ, എന്റെ സമുദായത്തിൽ ഒരു മനുഷ്യൻ വരാനിരിക്കുന്നു, അദ്ദേഹം അളറുമിൻ ഇബ്ലീസ്, ഇബ്ലീസിനേക്കാൾ നിങ്ങൾക്ക് ദ്രോഹകരമായ വ്യക്തിയായിരിക്കും. ആരാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് പറഞ്ഞത്? ഇസ്മുഹു മുഹമ്മദ് ബിൻ ഇദ്രീസ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ പിൽക്കാലത്തിന്റെ സമുദായത്തിൽ വരും. അദ്ദേഹം ഇബ്ലീസിനേക്കാണ് ഷർറാണെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞൂന്ന് ചില കള്ളന്മാര്, വഞ്ചകന്മാര് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഹദീസ് കെട്ടിയുണ്ടാക്കി.
മാത്രമല്ല അവരുടെ ഇമാമിനെ ഏറ്റവും ഉഷാറാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നബി തങ്ങളുടെ പേരിൽ വേറെ ഹദീസ് ഉണ്ടാക്കി. അബൂ ഹനീഫ സിറാജു ഉമ്മത്തി, അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് എന്റെ ഉമ്മത്തിലെ കെടാവിളക്കാകുന്നു. കണ്ടോ, അപ്പൊ ഉഷാറായില്ലേ? സ്വന്തം ഇമാമിനെ പുകഴ്ത്തിയ ഹദീസ്, മറ്റേ ഇമാമിനെ ഇകഴ്ത്തുന്ന ഹദീസും. ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ എമ്പാടും ആ വിഷയം തന്നെ പറയാനുണ്ട്. ചുരുക്കി പറയട്ടെ, എന്തിന്റെ പേരിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കളവ് കെട്ടി പറയുന്ന കക്ഷികൾ ഒരു കാലത്തും വിജയിക്കുകയില്ല. അത് മഹാപാതകമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കളവ് ഏത് നിലക്കാര് പറഞ്ഞാലും അത് മഹാപാതകമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താണ്? എന്താണ് മുസ്ലിമീങ്ങൾ മുത്തുനബിയെ കുറിച്ച് വിശ്വസിക്കേണ്ടത്? അവിടുന്ന് വഫാത്തായിട്ട് അവിടുത്തെ ഖബറിൽ ബർസഖിയായ ജീവിതം അവിടുന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യുന്നതമായ പദവിയിൽ അവിടുന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ തിരുശരീരം മണ്ണ് തിന്നുകയില്ല, അവിടുത്തെ ശരീരം ജീർണിക്കുകയില്ല. എല്ലാ അമ്പിയാക്കളുടെയും ശരീരം അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അമ്പിയാക്കളുടെ ബോഡി. ഭൂമി തിന്നുന്നതല്ല, അത് ജീർണിക്കുന്നതല്ല. ആ നിലക്ക് ഏറ്റവും മഹത്വമുള്ളവരാണ് അമ്പിയാക്കൾ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ വഫാത്തിന്റെ ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ വീട്ടിൽ വെച്ചാണ് അവിടുന്ന് വഫാത്തായത്. അവിടെ തന്നെയാണ് അവിടുത്തേക്ക് വേണ്ടി ഖബറൊരുക്കപ്പെട്ടതും. ആ ഖബറിലേക്ക് അവിടുത്തെ താഴ്ത്തിയതിന്റെ ശേഷം ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ നിന്ന് പുറത്തു വരുന്നത് എന്നായിരിക്കുമെന്നാണ് മുസ്ലിമിന്റെ വിശ്വാസം. നാളെ മഹ്ശറിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് നാളിലാണ് ഇനി അവിടുന്ന് ആ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരിക. നബിതങ്ങൾ ആ ഖബറിൽ നിന്ന് ഇനി പുറത്തേക്ക് വരിക നാളെ മഹ്ശറിലേക്കുള്ള പുറപ്പാടിന്റെ നേരമായിരിക്കും. നമ്മൾ മുമ്പ് വിശദീകരിച്ചു, നബിതങ്ങൾക്കുള്ള മഹത്വമാണ്. ലോകത്ത് എല്ലാ മനുഷ്യരും അതാ നശിച്ചു കഴിഞ്ഞാലും എല്ലാവരെയും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന മഹ്ശറിലേക്കുള്ള യാത്രയിൽ ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് മഹ്ശറിലേക്ക് പുറപ്പെടുന്ന ഒന്നാമത്തെ വ്യക്തി ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ അവിടുത്തെ ഖബറിൽ നിന്ന് ഇനി അവിടുന്ന് എഴുന്നേൽക്കുക എന്നായിരിക്കും? മഹ്ശറിലേക്കുള്ള ആ യാത്രയിൽ എല്ലാവരും എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ആദ്യം അവിടുത്തെ ഖബറായിരിക്കും പൊട്ടിപ്പിളർന്ന് ആദ്യം അവിടുന്നായിരിക്കും എഴുന്നേറ്റ് വരിക. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇതാണ് നബിതങ്ങളെ കുറിച്ച് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇങ്ങനെ തന്നെയാണ് മുസ്ലിമീങ്ങൾ വിശ്വസിച്ചതും. എന്നാൽ അവിടുത്തെ കുറിച്ച് വലിയ മഹാത്മ്യം എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ പ്രചരിപ്പിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് പലതവണ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഭൂമിയിൽ എന്ന വിശ്വാസം. ഇതൊരിക്കലും മുസ്ലിമീങ്ങൾ വിശ്വസിക്കാൻ പാടില്ലാത്തതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതാ അഹ്മദുൽ കബീർ റിഫായി സിയാറത്തിന് പോയി എന്നതാണ്. അഹ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന അദ്ദേഹം ജീവിച്ചത് ഖുലഫാഉർ റാഷിദീങ്ങളുടെയും താബീങ്ങളുടെയും ഒക്കെ കാലശേഷം, എത്രയോ കാലശേഷം കഴിഞ്ഞിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് ആര്? അഹ്മദുൽ കബീർ റിഫായി. ഈ അഹ്മദുൽ കബീർ റിഫായി ഒരിക്കൽ എന്ത് ചെയ്തു എന്നാണ്? അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് ബിൻ അബിൽ ഹുസൈൻ റിഫായി എന്നാണ്. അദ്ദേഹത്തിന്റെ വഫാത്ത് അഥവാ മരണം 570 നമ്മൾ മനസ്സിലാക്കണം. ഹിജ്റ 570 വഫാത്തായിട്ടുള്ള മരണപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അഹ്മദുൽ കബീർ റിഫായി. അപ്പൊ 570 വരെ, ഹിജ്റ 570 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഖബറിലേക്ക് പോയിട്ട് ഹിജ്റ 570ാമത്തെ കൊല്ലം നബിതങ്ങള് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഇതിൽ നമുക്ക് കാണാം. ഇത് തബ്ലീഗുകാരുടെ കിതാബുകളിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലി വരുന്ന റിഫായി മൗലിദിൽ കാണാം. അതുപോലെ തന്നെ പല കെട്ടുകഥകളും പ്രചരിപ്പിക്കുന്ന പല കിതാബുകളിലും നമുക്ക് കാണാം. എന്താണ് സംഭവിച്ചത്? വലമ്മ ഹജ്ജ, അഹ്മദുൽ കബീർ റിഫായി ഹജ്ജിന് ചെന്ന അവസരത്തിൽ അദ്ദേഹം മദീനയിലെത്തിയിട്ട് ഹുജറ ഷരീഫയുടെ നേരെ പോയി നിന്നു. നബിതങ്ങളുടെ ഖബറുള്ള ഹുജറ ഷരീഫയുടെ നേരെ പോയി നിന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് പാടുകയാണ്. ഫീ ഹാലത്തിൽ ബുദി റൂഹി കുന്തു ഉർസിലുഹാ
തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് വംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. അഹ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന വ്യക്തി ഹജ്ജിന് പോയിട്ട് മദീനത്ത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള റൂമിന്റെ നേരെ നിന്നിട്ട് ഈ 2 വരി പദ്യം ചൊല്ലി പോലും. എന്താണ് ആ പദ്യത്തിന്റെ അർത്ഥം? അല്ലയോ പ്രവാചകരെ, ഇതാ എല്ലാ വർഷവും ഞാൻ നിങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി എന്റെ ആത്മാവിനെയാണ് ഇങ്ങോട്ട് അയക്കാറുള്ളത്. ഞാൻ ദൂരത്തായിരിക്കുന്ന സമയത്തൊക്കെയും എന്റെ റൂഹിനെയാണ് നിങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വിടാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഇതാ വഹാദിഹി നൗബത്തുൽ അശ്ബാഹി, എന്റെ ശരീരം കൊണ്ട് തന്നെ റൂഹും ശരീരവും ഉള്ള തടിയോടെ തന്നെ ഞാനിതാ അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങയോടൊരു കാര്യം പറയാനുണ്ട്. ഫംദുദ് യമീനക അല്ലെങ്കിൽ ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി, നിങ്ങളുടെ ആ കൈയൊന്ന് ഇങ്ങോട്ട് പുറത്തിട്ട് തരണേ, ആ കൈയൊന്ന് നീട്ടിത്തരണേ, ഞാനൊന്ന് ചുംബിക്കട്ടെ. ഇതാണ് വരികളുടെ അർത്ഥം. ഇത് മദീനത്തെ ഹുജറ ഷരീഫയുടെ നേരെ നിന്നുകൊണ്ട് ഹിജറ 570 വഫാത്തായിട്ടുള്ള, അപ്പൊ അതിന്റെയും മുമ്പായിരിക്കുമല്ലോ സംഭവം. ഈ വ്യക്തി അങ്ങ് പാടി എന്നാണ്. അതങ്ങ് പാടിയപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മൗലിദ് കിതാബുകളിലും നമുക്ക് ഈ കെട്ടുകഥ കാണാൻ സാധിക്കും. ഖബർ ഷരീഫിൽ നിന്ന് നബി തങ്ങൾ അതാ കൈ പുറത്തേക്കിട്ടു. അഹ്മദുൽ കബീറിന് കൈ പുറത്തേക്കിട്ട് കൊടുത്തു. അഹ്മദുൽ കബീർ റിഫായിയ കൈ മുത്തിയെന്നും വന്നാസു യൻളുറൂൻ, ആളുകളൊക്കെ അത് കാണുകയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇത് നടന്നതാണ്. ധാരാളം ആളുകൾ ഈ രംഗം കണ്ടു എന്നാണ്. എന്ത്? അഹ്മദുൽ കബീറിന് ഖബറിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പുറത്തേക്ക് ഇട്ട് കൊടുത്തതും മുത്തിയതും. എന്നാൽ വേറെ ചില റിപ്പോർട്ടുകളിൽ അഥവാ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കെട്ടുകഥകൾക്ക് പ്രചാരം നൽകിയ ഒരു വ്യക്തിയാണ് KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂരി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളിലും ഈ കഥക്ക് മറ്റൊരു പ്രത്യേകമായ രൂപമാണ് കാണുന്നത്. അതിൽ പറയുന്നത് ഈ 2 പദ്യമങ്ങ് ചൊല്ലിയപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറങ്ങ് പിളർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് റിഫായി ശൈഖിന്റെ അടുത്തേക്ക് വന്നിട്ട് മോനെ അഹമ്മദേ എന്നും പറഞ്ഞ് റിഫായി ശൈഖിനെ കെട്ടിപ്പിടിച്ച് മുത്തമിട്ടുകൊണ്ട് പിന്നെയും ഖബറിലേക്ക് മറഞ്ഞു. ഇങ്ങനെയാണ് മലയാളത്തിൽ എഴുതിവിട്ട ഒരു കഥയിൽ, അതല്ലെങ്കിൽ കഥാപുസ്തകത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള പുസ്തകങ്ങളിൽ കാണുന്നത്. 2 പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാന്റെ റസൂലിന്റെ പേരിലുള്ള കള്ളം പറയലാണ്. നബിതങ്ങളെ കുറിച്ചുള്ള ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന് വിരുദ്ധമാണിത്. 2-3 കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കണം. ഒന്ന്, ഈ സംഭവത്തിലൂടെ എന്താണ് ഇവർ പ്രചരിപ്പിക്കുന്നത്? അഹ്മദുൽ കബീർ റിഫായി ലോകത്ത് കഴിഞ്ഞുപോയ മറ്റുള്ള മുൻഗാമികളായ സഹാബികളെക്കാളെല്ലാം വലിയ ശ്രേഷ്ഠതയുള്ള വ്യക്തിയും നബിതങ്ങൾക്ക് മറ്റുള്ളവരോടൊക്കെ ഉള്ളതിനേക്കാൾ അഹ്മദുൽ കബീർ റിഫായിയോട് മഹബത്തുമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള കഥയാണിത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ അവിടുത്തോട് ഏറെ സ്നേഹം കാണിച്ച മഹാന്മാരായ സഹാബിമാര് പ്രവാചക വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 2.5 കൊല്ലത്തോളം ഭരണം നടത്തിയിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ധാരാളം വർഷം ഭരണം നടത്തിയിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തിയിട്ടുണ്ട്. ഈ 4 ആളുകൾക്കും പ്രവാചകരോട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മോശനാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മോശനാണ്. അഥവാ ഹഫ്സാ ബീവിയുടെ ബാപ്പയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു, ഭാര്യാപിതാവാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുതിയാപ്പിളയാണ്, മരുമകനാണ്. ഒരാളുടേത് മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ദുന്നൂറൈൻ എന്നാണ് സ്ഥാനപ്പേരുള്ളത്. 2 പ്രകാശങ്ങളുടെ ഉടമ എന്നാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 പുത്രിമാരെ, ഒരാൾ വഫാത്തായതിന്റെ ശേഷം മറ്റേയാൾ അല്ലാഹുവിന്റെ റസൂൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നബിതങ്ങളുടെ 2 മക്കളെ കല്യാണം കഴിച്ചയാളാണ്. ഒരു ബീവി മരണപ്പെട്ടപ്പോൾ അടുത്തയാളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ മരണം നടന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ആ ജനാസയും മറമാടിയിട്ട് തിരിച്ചു പോരുമ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത വിഷമത്തിലാണ്. തോളിൽ തട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്താ പറഞ്ഞത്? ഉസ്മാനെ വിഷമിക്കണ്ട, ഒരിക്കലും വിഷമിക്കരുത് ഉസ്മാൻ. എനിക്കൊരു മോളും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ നിനക്ക് കല്യാണം കഴിച്ചു വരുമായിരുന്നു. സാധാരണഗതിയിൽ ആളുകൾ എന്താ പറയാറിയോ, ഒരാൾക്ക് കെട്ടിച്ചു കൊടുത്ത് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു, പെണ്ണ് മരിച്ചു, എന്നാ പിന്നെ ഇനി രണ്ടാമത്തെ ഉണ്ടെങ്കിൽ ഓനിക്ക് ഏതായാലും കൊടുക്കണ്ട എന്നാ പറയാ. അവനിക്ക് ഏതായാലും കൊടുക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നിങ്ങൾ 2 മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, ഒരാളുടെ മരണശേഷം മറ്റേയാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം തോന്നിയോ? തോന്നിയില്ല. രണ്ടാമത്തെ ജനാസ കബറടക്കം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോരുമ്പോ മരുമകനെ തോളിൽ തട്ടിക്കൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. വിഷമിക്കരുത് ഉസ്മാൻ, വിഷമിക്കരുത് ഉസ്മാൻ, എനിക്കൊരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ജീവിച്ചിരുന്നുവെങ്കിൽ അതിനെയും ഉസ്മാനെ നിനക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ചു തരുമായിരുന്നു. അത്രത്തോളം സ്നേഹമുള്ള വ്യക്തിയാണ് മൂന്നാമത്തെ വ്യക്തി. 4ാമത്തെ ഖലീഫയായ അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പുതിയാപ്പിളയാണ്. ആ നിലക്കും എല്ലാ നിലക്കും ഈ 4 ആളുകൾക്ക് ബന്ധമില്ലേ? എന്നിട്ട് ഒരിക്കലെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം ഈ ആളുകളുടെ ഇടയിലേക്ക് റസൂലുള്ള ഇറങ്ങി വന്നിട്ടില്ല. ഇവർക്ക് കൈയിട്ട് കൊടുത്ത് ചുംബിക്കാൻ അവസരം കൊടുത്തിട്ടില്ല. അതേ റൂമിൽ തന്നെ അതാ ഒരു വിരിക്കപ്പുറത്ത് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹാ നബി തിരുമേനിയുടെ വഫാത്തിന്റെ ശേഷം 40ഓളം കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ 18ഓളം വയസ്സേ പ്രായമുള്ളൂ. പിന്നെയും 40ഓളം കൊല്ലം ജീവിച്ച മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ആ റൂമിൽ തന്നെ ഖബറുള്ള റൂമിന്റെ അപ്പുറത്തൊരു വിരിക്കപ്പുറത്താണ് മഹദിയുടെ താമസം. ഒരിക്കൽ പോലും ആ ഖബറിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ടിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ 6 മാസക്കാലം പിന്നെയും ജീവിച്ചവരാണ്. അവരുടെ സമീപത്തേക്കും ഇറങ്ങി വന്നിട്ടില്ല. ഒരൊറ്റ സഹാബിമാരുടെ അടുക്കേക്കും ഇറങ്ങി വന്നിട്ടില്ല. ഇമാമീങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല. എന്നാൽ ഈ കെട്ടുകഥ പ്രചരിപ്പിക്കുന്ന കക്ഷികളുടെ അവരുടെ ഈ കെട്ടുകഥയിലൂടെ ഇവരെക്കാളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പിരിശമുണ്ടായ വ്യക്തിയാണ് അഹ്മദുൽ കബീർ റിഫായി എന്ന് വരുത്തി തീർക്കാനാണ് ഈ കഥയുണ്ടാക്കിയത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിലടങ്ങിയ പൊള്ളത്തരം. രണ്ടാമത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് പോലും ആളുകൾക്ക് മുത്താൻ വേണ്ടി കൈനീട്ടി കൊടുത്തിട്ടില്ല. നബി തങ്ങളോട് സലാം പറഞ്ഞിട്ട് നാ എന്റെ കൈമുത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൈമുത്തി നീട്ടിക്കൊടുത്ത് മുത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈനീട്ടിക്കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഈ അഹ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ചരിത്രമത ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പൂച്ചകളോടും കൊതുകിനോടും അതുപോലെ തന്നെ നായ്ക്കളോടും വളരെ കാരുണ്യവും സ്നേഹവും ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ടുള്ള നിസ്സാരമായ കാര്യങ്ങളിലെ കഥകൾ പോലും എഴുതിയിട്ടുള്ള സുബുക്കിയെ പോലെയുള്ള പണ്ഡിതന്മാരും ഈ കഥ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒട്ടേറെ സംഭവങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം എഴുതിയിട്ടുള്ള ആളുകൾ പോലും ഈ ഒരു കഥ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് പിന്നെ എന്ത് പറയുന്നത്? ആളുകളൊക്കെ നോക്കിക്കണ്ട് നിൽക്കേ അഹ്മദുൽ കബീർ റിഫായിയുടെ മുമ്പിലേക്ക് നബിതങ്ങൾ ഇറങ്ങി വന്നു, അതല്ലെങ്കിൽ കൈപുറത്തേക്ക് ഇട്ടുകൊടുത്തു. ഇതൊക്കെ എത്ര ഗൗരവമുള്ള കാര്യമാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഉള്ളതേ വിശ്വസിക്കാവൂ, ഇല്ലാത്തത് വിശ്വസിക്കാൻ പാടില്ല. അതിനാണ് നമ്മൾ ഈ വിഷയം നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പൊ സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ എത്രത്തോളം കെട്ടുകഥകൾ സമൂഹം പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ മുസ്ലിയാക്കന്മാരൊക്കെ വളരെ പോരിശയോടുകൂടെ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കളവാന്ന് പറഞ്ഞവൻ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ് എന്നതാണ് അവരുടെയൊക്കെ പ്രചരണങ്ങളും അവരുടെയൊക്കെ പ്രചണ്ഡമായ ഏറ്റവും വലിയ പ്രചരണങ്ങളായി സമൂഹത്തിൽ സ്റ്റേജിലും പേജിലുമൊക്കെ ഇപ്പോഴും നിറഞ്ഞു ആടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ, ഈ വ്യക്തിയെ കുറിച്ച് തന്നെ മറ്റൊരു കള്ളക്കഥ കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം. എന്താ? ഇദ്ദേഹം വഫാത്തായ കൊല്ലം, അഹ്മദുൽ കബീർ റിഫായി വഫാത്തായ കൊല്ലം ഹജ്ജിന് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ സമീപം പോയിട്ട് നിന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ ഒക്കെ പാട്ടാണ്, അദ്ദേഹം അങ്ങോട്ട് പാടും, നബി ഇങ്ങോട്ടും പാടും. അതാണ് മറുപടി. എന്താണ് അദ്ദേഹം പാടിയത്? അവിടെ നിന്നിട്ട് അദ്ദേഹം പാടി പോലും, ഇൻ ഖീല സുർതും ബിമാ റജതും
യാ അശ്റഫർ റുസുലി മാ തഖൂലു. അദ്ദേഹം അവിടെ വെച്ച് പറയുകയാണെന്ത്? എന്നോട് പറയപ്പെട്ടാൽ, നിങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് നാട്ടിലെത്തുമ്പോൾ എന്നോട് ചോദിക്കപ്പെട്ടാൽ, എന്ത് ചോദിക്കപ്പെട്ടാൽ, നബി തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് നിങ്ങൾ എന്തും കൊണ്ടാ മടങ്ങി വന്നത് എന്ന് ചോദിക്കപ്പെട്ടാൽ, യാ അശ്റഫർ റുസുലി മാ തഖൂലു, ഓ റുസുലുകളിൽ ശറഫായ നബിയേ, എന്താണ് പറയേണ്ടത് അങ്ങൊന്ന് പറഞ്ഞാലും. അപ്പോ ഫഖറജ സൗത്തും മിനൽ ഖബരി, അപ്പോൾ അതാ ഖബറിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വരുന്നു. സമിഅഹു കുല്ലു മൻ ഹദറ, അവിടെ കൂടിയ മുഴുവൻ ആളുകളും ആ ശബ്ദം കേൾക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ നിന്ന് പാട്ട് പാടുകയാണ്. ഖൂലൂ റജഅനാ ബികുല്ലി ഖൈരിൻ വജ്തമഅൽ ഫർഉ വൽ ഉസൂലു. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ പറഞ്ഞോളൂ. ഖൂലൂ, നിങ്ങൾ പറഞ്ഞോളൂ. റജഅനാ ബികുല്ലി ഖൈർ, ഞങ്ങൾ എല്ലാ ഖൈറും കൊണ്ടാണ് മടങ്ങി വന്നിട്ടുള്ളത്. അടിസ്ഥാനവും ശാഖകളും എല്ലാം ഒരുമിച്ചിരിക്കുന്നു എന്നിങ്ങനെ പോയി പറഞ്ഞോളൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖബറിന്ന് ഇങ്ങോട്ട് പാട്ടിലൂടെ തന്നെ മറുപടി കൊടുത്തു എന്നാണ്. കള്ളക്കഥ പ്രചരിപ്പിക്കുന്നവർക്ക് എന്തു പറഞ്ഞൂടെ? ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ പ്രവാചകനെ വലിയ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഓരോരുത്തർ എഴുതി ഉണ്ടാക്കിയ കെട്ടുകഥകളും കള്ളക്കഥകളുമാണിത്. പ്രിയപ്പെട്ടവരെ, ഇന്നും സമൂഹത്തിൽ ഇതിന് വലിയ മാർക്കറ്റാണ്. നബിതങ്ങളുടെ പേരിൽ എന്ത് നുണയും എന്ത് കളവുകളും അവിടുത്തെ പേരിൽ പറയാൻ ലജ്ജയില്ലാത്തൊരു സമൂഹമായി ഇന്ന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കും ആളുകൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു. ആളുകൾ തന്നെ ഇങ്ങനെ കേൾക്കുമ്പോ ആളുകൾക്ക് നബിതങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞോ, ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ, അത് പറയണവരോട് പറഞ്ഞോട്ടെ എന്ന നിലക്ക് ഈമാനില്ലാതെയാവുകയാണ് മനുഷ്യന്. പ്രതികരിക്കാൻ കഴിയുന്നില്ല, പ്രതികരിക്കാനുള്ള ശേഷിയില്ല. കാരണം എന്താ? ഇവന്റെ ഈമാൻ കുറഞ്ഞു. പിന്നെ ഈമാൻ കുറഞ്ഞാ പിന്നെ അവന് കേട്ടാൽ വല്ല ഞെട്ടലുണ്ടോ? ഇല്ല, ഒരു ഞെട്ടലും ഉണ്ടാകുന്നില്ല. അതാണിന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചുര പ്രചാരത്തിലിരിക്കുന്ന സ്വപ്നകഥകൾ. ഇന്ന് സ്വപ്നത്തിന്റെ കഥകൾ എമ്പാടുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? സ്വപ്നത്തിന്റെ കാര്യത്തിൽ അവിടുത്തെ കുറിച്ച് എന്താണ് മുസ്ലിമിന്റെ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കാണാൻ സാധ്യമാണോ? എന്താണ് അതിനെക്കുറിച്ച് ഇസ്ലാമികമായ പ്രമാണങ്ങൾ പറയുന്നത്? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താണ് അവിടുത്തെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത്? അവിടുന്ന് പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക്കിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ഖാല, മഹാനവറുകൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു. സഹിഹായ ഹദീസാണ്, ബുഖാരിയിലെ ഹദീസാണ്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി വറുഇയൽ മുഅ്മിനി ജുസ്ഉം മിൻ 46 ജുസ്അൻ മിനൻ നുബുവത്തി. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? മൻ റആനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ റആനി, ആരെങ്കിലും എന്നെ കണ്ടാൽ, ആരെങ്കിലും എന്നെ കണ്ടാൽ, ഫിൽ മനാമി, സ്വപ്നത്തിൽ ആരെങ്കിലും എന്നെ കണ്ടാൽ, ഫഖദ് റആനി, തീർച്ചയായും അവൻ എന്നെ കണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടുവെങ്കിൽ അത് കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെയായിരിക്കും. കാരണം എന്താണ്? ഫഇന്ന ശൈത്താന, നിശ്ചയമായും പിശാച്, ലാ യതമസ്സലു ബി, എന്റെ രൂപം പ്രാപിച്ചു വരാൻ ശൈത്താന് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രൂപം പ്രാപിച്ചുകൊണ്ട് ശൈത്താന് വരാൻ സാധ്യമല്ല. അതുകൊണ്ട് നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്നുണ്ടെങ്കിൽ അവൻ എന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഹദീസിന്റെ വാചകം എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? ഇവിടെ ശരിക്കും മനസ്സിലാക്കണം. എന്താ? നബി തങ്ങളെ കണ്ടു എന്ന് പറഞ്ഞോനൊക്കെ തങ്ങളെ കണ്ടവരല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. നാളെ വന്നിട്ട് ഒരാൾ പറയണ്, ഞാൻ ഇന്നലെ അള്ളാന്റെ റസൂലിനെ കണ്ടു. കണ്ടോ? എന്നാ പിന്നെ ഇന്നലത്തെ ക്ലാസ്സിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പിന്നെയാണ് അത് ഉറപ്പാ, എന്നുവെച്ചാൽ അള്ളാന്റെ റസൂലിനെ തന്നെയാ കണ്ടത്. അങ്ങനെ പറയാൻ പോകണ്ട. ഹദീസിന്റെ വാചകം ശരിക്കും പഠിച്ചു വെക്കണം. എന്താ? മൻ റആനി, ആരെങ്കിലും എന്നെ കണ്ടാൽ, കണ്ടത് നബിനെ തന്നെ ആയിരിക്കണം. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? ആ പറഞ്ഞതിന്റെ ഉദ്ദേശം പണ്ഡിതന്മാർ പറയുന്നത് കേട്ടോ, ലാ ബുദ്ദ ഹുനാ മിൻ തൻബീഹിൻ മുഹിമ്മിൻ ജിദ്ദൻ,
ഇവിടെ വളരെ ഗൗരവത്തിലൊരു വിഷയം നിങ്ങളെ എല്ലാവരെയും അറിയിക്കേണ്ടതുണ്ട്. അതെന്താണ്? വഹുവ അന്ന മൻ റഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, സ്വപ്നത്തിൽ ഉറക്കില്ലാരെങ്കിലും റസൂലുള്ളാഹിനെ കണ്ടാൽ എങ്ങനെ കാണണം? അലാ സിഫത്തിഹിൽ മഅറൂഫാ, നബി തങ്ങളെ കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ള വിശേഷണങ്ങൾ 100% യഥാർത്ഥമായ നിലക്ക് തന്നെ കാണണം. അതുകൊണ്ട് പണ്ഡിതന്മാരെന്ത് പറഞ്ഞു അറിയോ? അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ അള്ളാന്റെ റസൂൽ, ഇപ്പൊ ഞാൻ ഒരാള് അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞിട്ട് ഒരാളെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ഉറക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ബാധ്യത എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഹദീസുകളിലൂടെ പഠിച്ചറിഞ്ഞിട്ടുള്ള പ്രഗത്ഭനായ വിശ്വസ്തനായ ഒരു പണ്ഡിതനോട് പോയിട്ട് പറയണം, ഞാൻ ഇന്നലെ ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടു, അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു. അപ്പൊ ആ പണ്ഡിതൻ ചോദിച്ചറിയും അദ്ദേഹത്തോട്, എങ്ങനെയാ നിങ്ങൾ കണ്ടത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മുഖഭാവം? എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ? എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ മുടി? എങ്ങനെയുണ്ട് അവിടുത്തെ കൈ? എങ്ങനെയുണ്ട് അവിടുത്തെ നിറം? എങ്ങനെയാണ് അവിടുത്തെ വസ്ത്രം? വളരെ കൃത്യമായിട്ട് ഹദീസുകളിൽ ഉണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തലയിൽ, അതല്ലെങ്കിൽ അവിടുത്തെ താടിരോമത്തിൽ എത്ര മുടി നരച്ചതുണ്ടായിരുന്നു എന്ന് എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടുണ്ട് സഹാബിമാര്. അത്രത്തോളം കൃത്യമാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം. നമ്മൾ മനസ്സിലാക്കണം, വേറെ ഏതെങ്കിലും ഒരാളുമായിരുന്നില്ല. അവിടുത്തെ തലയിലും താടിയിലും കൂടെ നരച്ച രോമ എത്രയായിരുന്നു എന്ന് എണ്ണിയെടുത്ത് ഹദീസുകളിൽ കാണാം. എണ്ണിയിട്ടുണ്ട്. 10-20 മുടിയിലപ്പുറം നരച്ചിട്ടില്ല എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അപ്പൊ ഓരോന്നും ചോദിച്ചറിയണം. എന്നിട്ട് ഹദീസുകളിൽ പറഞ്ഞ രൂപത്തിലുള്ള കൃത്യമായ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ തന്നെയാണോ ആ വ്യക്തി പറഞ്ഞതെന്ന് ഈ പണ്ഡിതൻ പരിശോധിച്ചിട്ട് ആ നിലക്ക് 100% അതേ രൂപത്തിൽ തന്നെയാണെന്ന് ഉറപ്പ് വന്നാൽ അദ്ദേഹം സ്വപ്നം കണ്ടത് ശരിയാണെന്ന് ഉറപ്പിക്കാം. ഇനി അങ്ങനെ സ്വപ്നം കണ്ടത് അങ്ങനെ ഉറപ്പിച്ചാൽ തന്നെ അതുകൊണ്ട് വല്ല പ്രത്യേക കാര്യവുമുണ്ടോ? അഥവാ അദ്ദേഹത്തിന് സന്തോഷിക്കാം, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു എന്നതല്ലാതെ, അതല്ലെങ്കിൽ ആ രൂപത്തിൽ റബ്ബേ എനിക്കതിന് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് ചിന്തിക്കാം എന്നതല്ലാതെ, അതിന്റെ പേരിൽ മറ്റേതെങ്കിലും ഒരു നിയമമുണ്ടാക്കുവാൻ ഇസ്ലാമിൽ പാടുള്ളതല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞവരൊക്കെ അങ്ങനെ കണ്ടവരല്ല. കാരണം എന്താണെന്നോ, ശൈത്താൻ റസൂലുള്ളാഹിയുടെ രൂപത്തിൽ വരില്ല എന്നല്ലേ പറഞ്ഞത്? നബി തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ ശൈത്താന് വരാൻ സാധ്യമല്ല. പക്ഷേ ഖദ് യതമസ്സലു ശൈത്താനു ബിസൂറത്തി റജുലിൻ വയദ്ദഈ അന്നഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് സാധ്യതയുണ്ട്. എന്താണ് ആ പറഞ്ഞത്? ഖദ് യതമസ്സലു ശൈത്താനു, ശൈത്താന് രൂപം പ്രാപിക്കാൻ സാധിക്കുമല്ലോ. ബിസൂറത്തി റജുലിൻ, വേറൊരാളുടെ കോലത്തിൽ വരിക. അള്ളാന്റെ റസൂലിന്റെ കോലത്തിലും രൂപത്തിലും മാത്രമേ ശൈത്താന് വരാൻ പറ്റാത്തതുള്ളൂ. വേറെ ഏതെങ്കിലും ഒരാളുടെ കോലത്തിൽ വന്നിട്ട്, ഉറക്കിൽ വന്നിട്ട് ശൈത്താന് പറയാമല്ലോ, അന്നഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാന്റെ റസൂലാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ പറ്റിക്കും. ശൈത്താൻ അള്ളാന്റെ റസൂലിന്റെ കോലത്തിൽ വരാൻ കഴിയൂല. പക്ഷെ വേറെയുള്ള ചില ശൈഖന്മാരെയൊക്കെ കോലത്തിൽ വന്നിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വന്നിട്ട് എന്ത് പറയാം? ഞാൻ അള്ളാന്റെ റസൂലാണ് കേട്ടോ, ഞാൻ അള്ളാന്റെ റസൂലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുടി അബൂബക്കറിന് കൊടുക്കണം എന്നൊക്കെ പറയാലോ. അങ്ങനെ പലർക്കും പലതും പറയാ. അങ്ങനെ പല രൂപത്തിലുള്ള കഥകളും പലർക്കും പ്രചരിപ്പിക്കാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ ഒരാൾ കണ്ടു എന്നയാൾക്ക് ഉറപ്പിക്കണമെങ്കിൽ ഹദീസിൽ അവിടുത്തെ കുറിച്ചുള്ള ശാരീരികമായ വിശേഷണങ്ങൾ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും സമ്പൂർണമായ നിലക്ക് ഒത്തുവന്നാലല്ലാതെ നബിതങ്ങളെയാണ് കണ്ടതെന്ന് പറയാൻ സാധ്യമല്ല. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ ഇസ്ലാമികമായ കാര്യം അതാണ്. അതല്ലാതെ അവിടുത്തെ പേരിൽ ആരെങ്കിലും കള്ളം കെട്ടി പറഞ്ഞാൽ അത് സ്വപ്നം കണ്ടിരിക്കുന്നു എന്നിട്ട് സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്നൊരാൾ കള്ളം പറഞ്ഞാലും അതും നബിതങ്ങളുടെ പേരിൽ കളവ് തന്നെയാണ്. കാരണം എന്താണ്? ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, വലാ യതമസ്സലു ശൈത്താനു സൂറത്തി, ശൈത്താൻ എന്റെ രൂപത്തിൽ വരില്ല,
എന്നിട്ടുടനെ അവിടുന്ന് പറയുന്നു, വമൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ. അപ്പൊ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാലും, ആ സ്വപ്നത്തിൽ നബി തങ്ങൾ ഇന്നത് കൽപ്പിച്ചു എന്ന് പറഞ്ഞാലും ഇല്ലാത്ത ഒരു സംഭവമാണെങ്കിൽ അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്ന ഗുരുതരമായ പാതകത്തിൽ പെടുന്നു. അതാണ് ആ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കാണുന്നതിന്റെ വിധിയാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത്. എന്നാൽ ഇവിടം കൊണ്ടും അവസാനിപ്പിച്ചിട്ടില്ല ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികൾ. ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികൾ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു എന്ത്? നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അവിടുത്തെ സ്വപ്നത്തിൽ കാണാൻ സാധ്യതയുണ്ട്. അത് തന്നെ നമ്മൾ ഈ പറഞ്ഞ വിശദീകരണ പ്രകാരം സ്വപ്നത്തിൽ കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടുന്ന് ഒരിക്കലും ഈ ഭൂമിയിലേക്കൊരിക്കലും വരില്ല. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇനി ഒരിക്കലും മടങ്ങി വരില്ല. അവിടുത്തെ ഖബറിൽ നിന്ന് ഇനി അവിടുന്ന് പോകുന്നത് മഹ്ശറിലേക്ക് മാത്രമായിരിക്കും എന്ന് ഞാൻ ആദ്യമേ നിങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ചില ആളുകൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കുന്നത്? ഖബറിൽ നിന്ന് കൈപുറത്തേക്ക് ഇട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും അവിടുന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ മജ്ലിസുകളിലും ഹാജറായി കൊണ്ടിരിക്കുന്നുണ്ട്. റൂഹ് കൊണ്ട് മാത്രമല്ല, തടിയോടെ തന്നെ. ഏതെങ്കിലും ലോകത്തുള്ള ആൾക്കാരെ പറ്റിയൊന്നല്ല പറയുന്നട്ടോ, എന്റെ ഇങ്ങളെയൊക്കെ കൂടെ ജീവിക്കുന്ന ഖൗമിന്റെ വിശ്വാസമായി പറയുന്നത്, അവരുടെ വിശ്വാസമായി പറയുന്നത്. നമ്മളെ വിഷയം തന്നെ എന്താ? സത്യവിശ്വാസികളുടെ മുത്തുനബിയാണ് നമ്മളെ വിഷയം. സത്യവിശ്വാസികൾ ഹബീബിനെ കുറിച്ച് എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ വിശ്വസിച്ചുകൂടാ, എന്തൊക്കെ ലോകത്തുനിന്ന് അവിടുത്തെ കുറിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പ്രചരണത്തിൽപ്പെട്ട ഒരു പ്രചരണമാണെന്ന് സ്വപ്നത്തിൽ മാത്രമല്ല, അവിടുന്ന് ഉണർച്ചയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുന്നേന്. അവിടുന്ന് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഹാജരാകുന്നുണ്ട്. വിശദമായി പ്രിയപ്പെട്ടവരെ നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഓരോരുത്തരും എഴുതിവിട്ടത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, നിങ്ങൾ മനസ്സിലാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉണർച്ചയിൽ തന്നെ കാണും എന്ന് വിശ്വസിക്കുന്ന കക്ഷികൾ ഒരുപാട് കെട്ടുകഥകളാണ് ഈ സമൂഹത്തിലേക്ക് അതിന് തെളിവുകളായി കൊണ്ട് പ്രചരിപ്പിക്കുന്നത്. ഒന്ന് കേട്ടോളൂ, ഷഅറാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതനൊക്കെ സൂഫികളാണ്. സൂഫി പണ്ഡിതൻ ഷഅറാനി. ഈ ഷഅറാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരെന്താണ്? അബ്ദുൽ വഹാബ് ഷഅറാനിയാണ്. അബ്ദുൽ വഹാബ് ഷഅറാനി 973 ഹിജറ വർഷം 973 മരണപ്പെട്ട ഒരു സൂഫി പണ്ഡിതനാണ് അബ്ദുൽ വഹാബ് ഷഅറാനി. അദ്ദേഹം പറയുകയാണ്, ഖാല അബുൽ മവാഹിബു ഷാദുലി. ഷാദുലി തരീഖത്ത് എന്ന് കേട്ടിട്ടില്ലേ? ഷാദുലി തരീഖത്തുകൾ ലോകത്ത് ഒരുപാടുണ്ട്. ഖാദിരി തരീഖത്ത്, റിഫാഴി തരീഖത്ത്, നഖ്ശബന്ദി തരീഖത്ത്, സുഹ്റവർദി തരീഖത്ത്, ഷാദുലി തരീഖത്ത്, തീജാനി തരീഖത്ത്, ഇങ്ങനെ തരീഖത്തുകൾ എമ്പാടുണ്ട്. എമ്പാടും തരീഖത്തുകൾ എന്ന സമൂഹത്തിൽ വിൽപ്പന ചരക്കുകളായി മാർക്കറ്റിലുണ്ട്. തരീഖത്തുകളും ആ തരീഖത്തുകൾക്കൊക്കെ മശായിഖന്മാരും അവർക്കൊക്കെ മുരീദന്മാരും ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോഴും ലോകത്തുണ്ട്. ഈജിപ്തിൽ അവസാന കാലത്ത് ഇപ്പോൾ ഒരു വ്യക്തിയുണ്ട്, മുഖ്താർ എഞ്ചിനീയർ എന്ന ഒരു ഷെയ്ഖ്. അദ്ദേഹത്തിന്റെ പേരെന്നെ മുഖ്താർ എന്നാണ്. അദ്ദേഹം എഞ്ചിനീയറാണ്. അപ്പൊ എഞ്ചിനീയർ മുഖ്താറാണ്. ഈ മുഖ്താർ എഞ്ചിനീയർ ക്ലീൻ ഷേവ്, അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരം, ആ നിലക്കൊക്കെ ഉള്ള ഒരു ക്ലീൻ ഷേവായിട്ട് ടൈയും കോട്ടൊക്കെ കെട്ടിയിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽ വരെ ഇന്നതിന് മുരീദന്മാരുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അതാ കക്കാട് ഫൈസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫൈസി ഒരു പ്രത്യേകമായ താവളമുണ്ടാക്കി, ഒരു കേന്ദ്രമുണ്ടാക്കിയിട്ട് അവിടെ അതാ ധാരാളക്കണക്കിന് അനുയായികളെയും കൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രത്യേകമായ മഹ്ദറയിൽ, അതല്ലെങ്കിൽ ആ പ്രത്യേകമായ ഹാളിൽ രണ്ട് ഭാഗത്തും ചില്ലിട്ട് നല്ല കളർഫുൾ വലിയ ഫോട്ടോ, മുഖ്താർ എഞ്ചിനീയർ ഇങ്ങനെ ക്ലീൻ ഷേവായി സ്വർണത്തിന്റെ മോതിരൊക്കെ ധരിച്ച് ടൈയും കോട്ടൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്ന ഫോട്ടോകൾ വരെ അവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ആരാ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ആരാ നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ, ഇവരൊക്കെ തരീഖത്തിന്റെ ആളുകളാ. ഇവരൊക്കെ പറയുന്നത് അവരാണ് ഈ സ്വർഗത്തിന്റെ ആളുകൾ, അവരുടെ തരീഖത്തിൽ കടന്നിട്ടില്ലെങ്കിൽ രക്ഷയില്ല. അപ്പൊ ഈ കോലത്തിലുള്ള തരീഖത്തിൽപ്പെട്ട ഒരു തരീഖത്താണ് ഷാദുലി. ഷാദുലി തരീഖത്തിന്റെ ശൈഖ് അവറുകൾ അവകാശപ്പെടുകയാണ്,
റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാന്റെ റസൂലിനെ കണ്ടു. നബി തങ്ങളെ ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? ഫഖാല ലീ, അപ്പോൾ അള്ളാന്റെ റസൂൽ എന്നോട് പറഞ്ഞു, അൻ നഫ്സിഹി, നബിതങ്ങളെ കുറിച്ച് തന്നെ എന്നോട് പറഞ്ഞു. എന്താ നബിതങ്ങളെ കുറിച്ച് ശാദുലിയോട് പറഞ്ഞു കൊടുത്തത്? ലസ്തു ബിമയ്യിത്തിൻ, ഞാൻ മയ്യിത്തായിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല ശാദുലി. വഇന്നമാ മൗതി, പിന്നെ എന്റെ മരണം എന്ന് പറയുന്നത് തസത്തുരി അമ്മൻ ലാ യഫ്ഖഹു അനില്ലാഹ്, അള്ളാനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടില്ലാത്തവനിൽ നിന്നൊന്നും മറഞ്ഞു പോയതാണ് ഞാൻ. അള്ളാനെ കുറിച്ച് ശരിക്കും ഇൽമില്ലാത്ത ആളുകളിൽ നിന്ന് ഞാൻ മറഞ്ഞിരിക്കുകയാണ്. അഥവാ അള്ളാനെ കുറിച്ച് ശരിക്കും ഇൽമുള്ളവനെ എനിക്ക് അങ്ങോട്ടും അവൻ ഇങ്ങോട്ടും കാണാം. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മളാരും അള്ളാന്റെ റസൂലിനെ കാണില്ല. എന്താ? നമുക്ക് അള്ളാനെ പറ്റി അറിഞ്ഞൂടാ, നമുക്ക് അള്ളാനെ പറ്റി ഇൽമില്ല, ഒരു വിവരമില്ല. ഈ ഷാദുലി അറിയമാര് വരെ മശായിഖന്മാര് വരുടെ വലിയ ദറജയിലെത്തിയ നേതാക്കന്മാര് അവരൊക്കെ അള്ളാന്റെ റസൂലിനെ എപ്പോഴും കാണും, വർത്താനം പറയും, ഇങ്ങോട്ട് വർത്താനം പറയും, സംശയം ചോദിക്കൊക്കെ ചെയ്യുന്നതാണ്. അതിനൊന്നും യാതൊരു പഞ്ഞവും ഇല്ല. കേട്ടോളൂ, ഇനിയും കേട്ടോളൂ. ഒരൊറ്റൊന്നും കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അദ്ദേഹം എപ്പോഴും ഈ ഷാദുലി കാന കസീറുർ റുഇയാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ദേഹം അള്ളാന്റെ റസൂലിനെ എപ്പോഴും ധാരാളമായി കാണുന്നയാളാണ്. അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹം അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു പോലും. എന്താ? നബിതങ്ങൾ ഒരിക്കൽ കണ്ടപ്പോ പറഞ്ഞു, ഇന്നന്നാസ യുകദ്ദിബൂനി ഫീ സിഹ്ഹത്തി റുഅയതി ലക, നബിയേ അങ്ങേ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകളോട് പറയുമ്പോ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ ആളുകൾ എന്നെ കളവാക്കുന്നുണ്ട്. ഞങ്ങളെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോ ആളുകളൊക്കെ എന്നെ കളവാക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞുവത്രേ, വഇസ്സത്തില്ലാഹി വഅളമതിഹി, അള്ളാന്റെ മഹത്വവും അള്ളാഹുവിന്റെ ഇസ്സത്തും തന്നെയാണ് സത്യം. മല്ലം യുഅ്മിൻ ബിഹാ, ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഔ കദ്ദബക ഫീഹാ, നിന്നെ ആ വിഷയത്തിൽ ആരെങ്കിലും കളവാക്കുന്നുവെങ്കിൽ, ലാ യമൂതു, അവൻ മരിച്ചു പോകില്ല, ഇല്ലാ യഹൂദിയ ഔ നസറാനിയ ഔ മജൂസിയ, ഒന്നുകിൽ യഹൂദിയായിട്ടല്ലാതെ, അല്ലെങ്കിൽ നസറാനിയായിട്ടല്ലാതെ, അല്ലെങ്കിൽ മജൂസിയായിട്ടല്ലാതെ അയാളുടെ അന്ത്യം നടക്കൂല. അപ്പൊ നിങ്ങളിത് കാണുന്നതിന് ആരെങ്കിലും നിഷേധിച്ചാല് ഓരൊന്നുകിൽ യഹൂദിയോ നസറാനിയോ മജൂസിയൊക്കെ ആയിട്ടല്ലാതെ മരിക്കൂല എന്നും നബിതങ്ങൾ പറഞ്ഞു എന്നൊരു കളവ് വേറെയും. ഇങ്ങനെ ഒരു കളവ് സ്ഥാപിക്കാൻ വേണ്ടി വേറെയും കളവ്, ഇങ്ങനെ കളവുകളുടെ ഒരു കോമ്പല തന്നെ, ഒരു ചങ്ങല തന്നെ ഈ വിഷയത്തിൽ ഇറക്കുമതി ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കേൾക്കാം. വലിയ അത്ഭുതകരമായ പലതും ഇന്ന് സമൂഹത്തിൽ ഇവർ പ്രചരിപ്പിക്കുകയാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ മാർക്കറ്റിൽ ആളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര വികലമായ വിശ്വാസമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പല ആളുകളും കൈക്കൊണ്ടിട്ടുള്ളത്. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നമ്മുടെ വിശ്വാസം ശരിയാവണം. അതുകൊണ്ടേ രക്ഷയുള്ളൂ. ഈമാനു അഖീദൊന്നും ശരിയാവാതെ ഒന്നും അള്ളാന്റെ അടുക്കൽ കബൂലാവുകയില്ല. ആ ഗൗരവം നമ്മളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയ ഗൗരവമായ ബോധം നാം ഉൾക്കൊള്ളുകയും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ അതിൽ നിന്ന് അവരെ യഥാർത്ഥമായ നിലക്കുള്ള പ്രമാണങ്ങളിലൂടെ രക്ഷപ്പെടുത്തൽ നമ്മുടെ ദീനിന്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ പാതയിൽ അടിയുറച്ച് മുന്നേറുവാനും സത്യവിശ്വാസികളായി ഈ ലോകത്തിൽ നിന്ന് വിട പറയുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.